ഇത്രയും വലിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കെയിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്. അത് എൻ്റെ സിംഗിൾ ഇതായിട്ടുള്ള ഏറ്റവും വലിയ സിനിമയാണ്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ജേണിയും കൂടിയായിരുന്നു മൊത്തത്തിൽ. നമുക്കറിയാം, ഒരു 100-110 ദിവസത്തെ നമ്മളൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആവും. ആർട്ട് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ നമ്മൾ ക്രിറ്റിസിസം എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു ആഫ്റ്റർ മാത്ത്, ഒരു ക്രിറ്റിസിസം അത് ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന മാത്രം നമുക്ക് വളരാൻ പറ്റും. എനിക്ക് മുമ്പ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അങ്കമാലി ഡയറീസ്, അജഗജാന്തരം, അതൊക്കെ ഫ്രണ്ട്സ് ഫുള്ള് ഉണ്ടായിരുന്നു. ഒരു ഫേക്ക് ആയിട്ടുള്ള ഇതില് എൻ്റെ ഇത് വെച്ചിട്ട് നമ്മുടെ എൻ്റെ പിക്ക് വെച്ചിട്ട് എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ഇതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേജേ ഇല്ല. പിന്നെ അതിനകത്ത് എഴുതിയേക്കണത് ലാലേട്ടൻ്റെ പടത്തിനെ പറ്റിയുള്ള മോശമായിട്ട്, ദൃശ്യത്തിനെ പറ്റി മോശമായിട്ട് നമ്മൾ പറയണ മാതിരി എഴുതി വെച്ചേക്കണം. എനിക്കിത് ഒരാൾ അയച്ചത് എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. ഇന്ത്യയുടെ റൂൾ പ്രകാരം, ലോ പ്രകാരം ആർക്കോണിലൊക്കെ റിവ്യൂ ചെയ്യാം. അത് ഓരോരുത്തർക്ക് പടം കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയാം. അതിലിപ്പോൾ നമുക്ക് അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല. റിവ്യൂ പറയണതിന് അത് നമ്മൾ ഇപ്പം അവർ പറയണതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഓക്കെ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് അത് അവർ പറഞ്ഞാൽ ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് അത് തെറ്റാണെങ്കിൽ നമ്മളത് ശരിയാക്കുക. ക്യൂ സ്റ്റുഡിയോയിൽ പെപ്പെ, പോൾ, ആൻസൺ പോൾ, വെൽക്കം. താങ്ക് യു. ആദ്യമേ പോളിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഒരു സിനിമ സെറ്റ് ചെയ്യുന്നു, ആദ്യത്തെ സിനിമയാണ്, പലരും ഡ്രീം പ്രൊജക്റ്റ് പോലെ കാണുന്ന അത്രയും വലിയ സ്കെയിലൊരു സിനിമ സെറ്റപ്പ് ചെയ്യുന്നു. അതിൽ ഈ പറഞ്ഞ ഫ്രം ടെക്സ്റ്റ് തൊട്ടുള്ളതിൻ്റെ വലുപ്പമുണ്ട്, അത് വിഷ്വലി അച്ചീവ് ചെയ്യാന്നുള്ളതുണ്ട്. ഇത്രയും ലാൻഡ്സ്കേപ്പുകൾ പടത്തിൽ തന്നെ ഒരു റൂട്ട് മാപ്പ് വരച്ചു കഴിഞ്ഞാൽ അത്ര വലുതാണ് പടത്തിന്റെ ഈ ഹാപ്പനിങ് മാപ്പ് എന്ന് പറയുന്നത്. ഇതിലൊരു കോൺഫിഡൻസ് വരുന്നത് ഈ ആദ്യ ആലോചനയിൽ ഇത് പ്രൊജക്റ്റ് ആവുന്നത്, എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് സിനിമയാക്കുന്നത്, എന്താ ഇപ്പോഴത്തെ ഒരു മൂമെന്റ്? അല്ല, അതിപ്പോ കാരണം എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കയ്യിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 100-110 ദിവസത്തോളം നമ്മൾ ഷൂട്ട് ചെയ്തു. ത്രൂ ഔട്ട് പല ടെറൈൻസ്, പല വെതർ, പല പ്രതിസന്ധികൾ. അപ്പോൾ അതിനെല്ലാം തരണം ചെയ്തിട്ട് നമ്മൾ മുന്നിൽ കണ്ടൊരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഈ മൊമെന്റിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം. ഈ പെപ്പയാണെങ്കിൽ കൂടി നമ്മൾ കണ്ട് ശീലിച്ച ടെംപ്ലേറ്റ് ഉള്ള പെപ്പയല്ല. പറഞ്ഞ നാടൻ കിൻഡലിടിക്കപ്പുറത്തേക്ക് പെപ്പയുടെ മൊത്തം ക്യാരക്ടർ ഡിസൈനിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും പെപ്പയ്ക്കും പുതിയതായിരുന്നല്ലോ ഇങ്ങനൊരു ക്യാരക്ടർ. ഈ പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആയിട്ട് നടക്കുന്ന എല്ലാ ആർക്കുകളുടെയും പരിപാടികൾ, ഇയാൾക്ക് ഉണ്ടാവുന്ന മിഷൻ, ഇതിലെല്ലാം റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. ഈ ക്യാരക്ടർ റെസ്പോൺസിബിലിറ്റി തന്നെ പെപ്പയ്ക്ക് പുതിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഡീലാക്കുക, ഇത്രയും ഹെവി സീക്വൻസുകൾ വരുന്നത് പെപ്പയ്ക്ക് ശരിക്ക് ഇപ്പം ഈ പറഞ്ഞ കാട്ടാളുടെ ഒരു ഇനീഷ്യൽ ഐഡിയയിൽ കിക്ക് ചെയ്യുന്ന മൊമെന്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ പോസ്റ്റ് റിലീസ് പടം കണ്ടു കഴിയുമ്പോൾ പെപ്പെ ഇവിടെ സാറ്റിസ്ഫൈഡ് ആവുന്നത്. പെപ്പെ ആസ് എ പെർഫോമർ, ആക്ടർ, ഈ പറഞ്ഞ സ്റ്റാർ, എന്താ ഹൈ എന്താ ശരിക്കും? ഇത് ഇത്രയും വലിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കെയിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയത്. അത് എൻ്റെ സിംഗിൾ ഇതായിട്ടുള്ള ഏറ്റവും വലിയ സിനിമയാണ്. അതും ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഒരു വലിപ്പം നമുക്ക് എപ്പോഴും എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പം പ്രീ പ്രൊഡക്ഷനിലാണെങ്കിലും നമ്മൾ ഷൂട്ട് നടക്കുന്ന സമയത്താണെങ്കിലും പല പല ലൊക്കേഷൻസ് അത് നമുക്ക് കാട്ടിലുണ്ടായിരുന്നു, പിന്നെ മലഞ്ചെരുവുകളിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ കടലിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ തമിഴ്നാട് ഷൂട്ട് ഉണ്ടായിരുന്നു, അതും ബീച്ചിന്റെ സൈഡിലുള്ള, പിന്നെ റെഡ് സാൻഡ്, അതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. അങ്ങനെ പല പല ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ജേണിയും കൂടിയായിരുന്നു മൊത്തത്തിൽ. നമുക്കറിയാം, ഒരു 100-110 ദിവസത്തെ നമ്മളൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുമായിട്ട് അറ്റാച്ച്ഡ് ആവും. എല്ലാവരുമായിട്ടും ഇപ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫിലിമിലോ ക്യാമറ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരായിട്ട് നമുക്കൊരു കണക്ഷനും ഇതൊക്കെ വരും. അപ്പോൾ അത്രയും നമുക്കൊരു ഭയങ്കര സ്നേഹം തോന്നിയൊരു സിനിമയാണത്.
ഇതിക്ക് മുമ്പ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് അങ്കമാലി ഡയറീസ്, അജഗജാന്തരം, അതൊക്കെ ഫ്രണ്ട്സ് ഫുൾ ഉണ്ടായിരുന്നു. ഇത് പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്രയും ദിവസം ഇതായിട്ട് നിൽക്കുന്ന, അത് എത്ര വലിയ ശത്രുക്കൾ ഉണ്ടായാൽ പോലും നമ്മൾ അതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു അറ്റാച്ച്മെന്റ്, ഓട്ടോമാറ്റിക്കലി ഒരു അറ്റാച്ച്മെന്റ് നമുക്ക് അവരായിട്ട് വരും. അത് ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചെറിയ സങ്കടവും വരികയും ചെയ്യും. എന്നെ സംബന്ധിച്ച് ഇത്രയും വലിയ ഒരു സ്കെയിലുള്ള ഒരു പടത്തിന്റെ ഭാഗമാവുക, തുടക്കം തുടങ്ങി അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതേപോലെ തന്നെ ഒരു വലിയ എന്താ പറയാ, ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻസറിന്റെ കാര്യത്തിൽ ചോദിക്കാനുള്ളത്, ഇപ്പോഴും ഒരു ആക്ടർക്ക് ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ സിനിമ ടോട്ടൽ ഡ്യൂറേഷനിൽ അയാളുടേതായിട്ടൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതുപോലെ ആൻസിന് ഇതിൽ ഭയങ്കര രസമുള്ളൊരു മൊമെന്റ് ഉണ്ട്. ഒരുപക്ഷെ ആ ക്യാരക്ടറിന് വരുന്ന ക്ലോഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ റിവീലിംഗ് പോയിന്റ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ആ ആക്ടേഴ്സ് മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിലേക്ക് ചിലപ്പോൾ ഹുക്ഡ് ആവുന്നത് കഥ കേൾക്കുമ്പോൾ അതിലോട്ട് എത്താനുള്ള ഒരു ജേണി സിനിമയിൽ വരുന്നുണ്ട് ഈ ക്യാരക്ടറിന്. ശരിക്കും ആൻസൺ പേഴ്സണൽ സിനിമ ജേണിയിൽ ഇപ്പൊ കാട്ടാളൻ സ്പെസിഫിക്കലി എടുക്കുവാണെങ്കിൽ ഈ ക്യാരക്ടറിനൊപ്പമുള്ള ജേണി, അതിൽ എന്തായിരുന്നു ഒരു ഹൈ, എന്തായിരുന്നു സന്തോഷം, എന്തായിരുന്നു? ഞാനിപ്പോൾ ചെയ്തേക്കുന്ന സിനിമകളുടെ ക്യാരക്ടേഴ്സിനകത്തേക്കും കുറച്ച് എന്താ പറയാ, കുറേ പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, കുറച്ച് ന്യൂട്രൽ ആയിട്ടുള്ളതുണ്ട്. ഒരു നാടൻ പരിപാടി ഞാൻ ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന ആട് 2 മാത്രമേ ചെയ്തിട്ടുള്ളൂ. അണലി സാബു എന്ന് പറഞ്ഞത് ഇതിനകത്ത് തികച്ചും നെഗറ്റീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു വളരെ സോഫ്റ്റ് നേച്ചർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ ഒരു എല്ലാവരും മാസ പരിപാടികളൊക്കെ കാണിക്കുന്ന ഒരു സിനിമയിൽ എനിക്ക് അത്രയും സോഫ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സാധനമായിരുന്നു. അതായിരുന്നു എന്നെ ഹുക്ക് ചെയ്തത് ഇതിനകത്ത് ക്യാരക്ടർ. സോ അതായിരുന്നു എൻ്റെ റീസൺ ഫോർ പിക്കിംഗ് ദിസ് റോൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്രയും വലിയ സിനിമ ഇത് കൺവിൻസിങ് ആവുന്നത്, ബിലീവബിൾ ആവുന്നത് ഉറപ്പായിട്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറിയിലാണെന്ന് തോന്നിയിട്ടുണ്ട്. കാട്ടാളത് ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്ത പോലെ തോന്നിയിരുന്നു. ഇതെന്താണ് ഈ പറഞ്ഞ ഫീൽഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തും നടത്താലോ, അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഈ ബാക്ക് സ്റ്റോറി ബിൽഡപ്പ്, ഇതിന്റെ കഥ പറച്ചില് കാര്യങ്ങളിലെല്ലാം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് എവിടെ കട്ട് ചെയ്യണം, എവിടെ ഇത് ഈ പറഞ്ഞ ലിമിറ്റ് എവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത്. ഈ പറഞ്ഞ ഇതിന്റെ ഡ്യൂറേഷൻ ഇത്രയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ഇത്രയാണ് റിവീൽ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു ബാക്ക് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലോങ് ഒരു സിനിമയ്ക്കുള്ളൊരു കോണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വരാം. പോളിന്റെ ഒരു ജഡ്ജ്മെന്റ് കോള്, ഇതിന്റെ ബാക്ക് സ്റ്റോറി പ്ലാനിങ്, ഈ പറഞ്ഞ ആനക്കൊല്ലിയെ ബിൽഡ് ചെയ്തെടുക്കുന്നത്, അത് ഭയങ്കര വലിയ ഹെക്ടിക് പ്രോസസ് ആണോ, ഈസി ആയിരുന്നോ, എന്തായിരുന്നു? അതിപ്പോ ഫ്രം ദ സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് തൊട്ട് നമ്മളൊരു അതൊരു പുതിയ അറ്റംപ്റ്റാണ്. കാരണം നമുക്ക് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം മൈൻഡിലുണ്ടായിരുന്നു. അപ്പം നമ്മളത് എഴുത്തിന് ശേഷം ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹമാണ് പിന്നെ അതിനെ വീണ്ടും വേറൊരു സെക്ഷനിലേക്ക്, അല്ലെങ്കിൽ വേറൊരു 1 സ്റ്റെപ്പ് അഹെഡ് അതിനെ കുറച്ചും കൂടി വൈഡറായിട്ട് ബിൽഡ് ചെയ്യാനുള്ളൊരു സപ്പോർട്ട് ആർട്ട് ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് നമ്മൾ കാട്ടാളിൻ്റെ ഒരു വേൾഡ്. പിന്നെ അതിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ആ ക്യാരക്ടേഴ്സിനെ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഗെറ്റപ്പ് കാര്യങ്ങൾ, അപ്പോൾ അതിന് റോണക്സ് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻപുട്ട് തരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുനിലേട്ടനാണെങ്കിലും മാർക്കോല ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരാളാണ്. റോണക്സ് ഈ പറയുന്ന പോലെ ഒരു വലിയ ഫിലിമുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും കൊണ്ട് എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പെപ്പയുടെ നേരത്തെ നമ്മൾ പുതിയ പെപ്പ എന്ന് പറഞ്ഞതില് ആക്ഷൻ പീസുകളിൽ പോലും പുതിയ സ്റ്റൈലായിരുന്നല്ലോ. നമ്മൾ ഈ പറഞ്ഞ മുണ്ടെടുത്ത് നാടനടി അടിക്കുന്ന പെപ്പയല്ല, കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ്. ഷോർട്ടിൽ പുതിയതായിരുന്നു, എഡിറ്റിൽ പുതിയ പാറ്റേൺ ആയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇന്റർവെൽ ബ്ലോക്കിലെ ഫൈറ്റ് സീക്വൻസ്, എനിക്കതിൽ എൻ്റെ പേഴ്സണൽ ടേക്ക് അവേ ഫൈറ്റ് അതായിരുന്നു. എൻ്റെ എല്ലാ സെറ്റ് പീസുകൾ വെച്ച് നോക്കുമ്പോൾ ആ ഫൈറ്റ്, അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വണ്ടിയിൽ നിന്ന് എണിക്കുന്നത് മുതൽ അങ്ങോട്ടേക്കുള്ള ഇന്റർവെലിന് എഴുതി കാണിക്കുന്ന, ഹാൻഡ് ബ്രേക്കിന് എഴുതി കാണിക്കുന്ന വരെയുള്ള ഒറ്റ എനർജിയിലാണ് ഇത് പോകുന്നത്. ഇത് ഒരിക്കലും ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്ന, ലൈക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്യുന്നതായിരിക്കണം എന്നില്ല. എനർജി മെയിൻറ്റെയിനിങ്, ഈ പറഞ്ഞ മൂവ്സ് കൃത്യമാക്കുന്നത്, ഇതിന്റെ തിയേറ്ററിലെ റിസൾട്ടും കൂടെ മനസ്സിലുണ്ടാവുമല്ലോ. ഇത് ഇവിടെ ഇങ്ങനെ അടിച്ചാൽ തിയേറ്ററിൽ അടിക്കും എന്നുള്ളത്. എന്തായിരുന്നു ഇന്റർവെൽ ബ്ലോക്ക്? ഇന്റർവെൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതിനകത്ത് കുറെ നല്ല എക്സ്പീരിയൻസും ഉണ്ട്, ചീപ്പ് എക്സ്പീരിയൻസും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. കാരണം ഇത് ഷൂട്ട് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഗമൺ ഒരു മലയുടെ ചെരുവിലാണ്. അപ്പൊ ഇവിടത്തെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഇത് രാത്രിയാണല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ഒന്ന് അവിടുത്തെ തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്.
പിന്നെ എൻ്റെ മുടി ഇപ്പം ഇങ്ങനെ ചുരുട്ടി സെറ്റ് ചെയ്യണം. നമ്മള് ഫൈറ്റ് ഇറങ്ങി 2 ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഈ മുടി നേരെയാവും. തണുപ്പ് കൊണ്ടിട്ട് ഈ കാറ്റടിച്ച് കഴിയുമ്പോൾ ചുരുണ്ട മുടി നേരെയാവും. അത് ശരിയാക്കണം. ഇനി തണുപ്പത്ത് എനിക്കാകെ ആ ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ നിന്നിട്ട് എന്നിട്ടും വിറയ്ക്കുക. പക്ഷെ നമ്മള് അവിടെ നിന്ന് ചെയ്തേ പറ്റും. പിന്നെ ഇതിന്റെ ഇടയിലാണ് എൻ്റെ കാറ് ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു 5-6 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്സിഡന്റ് പറ്റി. പിന്നെ കുറച്ച് ദിവസം ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ വന്നിട്ടാണ് പിന്നെയും ഷൂട്ട് ചെയ്തത്. അപ്പൊ കുറച്ച് എന്താ ഇവിടെ ബാക്കിൽ എനിക്ക് ചെറിയ പണി കിട്ടി. ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ വന്നായിരുന്നു. ഫൈറ്റിനിടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ സീൻസ് ചെയ്യാൻ വരുമ്പോഴും എനിക്ക് ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. റെസ്ട്രിക്ഷനും പരിപാടിയൊക്കെ ബോഡിയിൽ ഓബിയസ്ലി ഉണ്ടാവും. നമ്മളത് തീർക്കണം. പക്ഷെ തീർക്കണം എന്നുള്ള ഇതിലും അവിടെ വന്ന് പക്ഷെ അത് നല്ല രസമായിട്ട് വന്നു പരിപാടി. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടു മൊത്തത്തിൽ എല്ലാവരും. പിന്നെ ഇടയ്ക്ക് ഫോഗ് വരും, പിന്നെ നിർത്തി വെക്കേണ്ടി വരും. നമുക്ക് നൈറ്റ് ഷൂട്ടാണ്. നമുക്ക് നിർത്തി വെച്ചിട്ട് പിന്നെ തിരിച്ചും അത് തുടങ്ങുന്ന വെച്ചാൽ തിരിച്ചും അത്രയും എല്ലാം സെറ്റ് ചെയ്യണം. 2 മണിക്കൂറൊക്കെ ചിലപ്പോ ഫോഗ് വന്നിട്ട് നമുക്ക് ഷൂട്ട് നിർത്തി വെക്കേണ്ടി വരും. എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യും. 1-2 ദിവസം മഴ, ഫുള്ള് മഴ. നമ്മളവിടെ രാത്രി തുടങ്ങി വെളുപ്പിന് വരെ വെയിറ്റ് ചെയ്ത് നിന്നുണ്ട്. ചെറിയ പൊടിമഴയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊറേ എന്താ പറയാ മെന്റലി ഫിസിക്കലി സ്ട്രഗിൾ ചെയ്ത് എന്നാ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്ത ഒരു ഫൈറ്റ് ആണ് അത്. അതുകൊണ്ട് തിയേറ്ററിൽ നല്ലൊരു റിസൾട്ട് വന്നു എന്ന് പറഞ്ഞാല് സന്തോഷമാണ് തീർച്ചയായിട്ടും. എനിക്കൊന്ന് സിനിമയുടെ ഒരു പ്രൊമോഷണൽ സൈഡില് ഭയങ്കര ഹുക്കിംഗ് ആയ മൂവായിരുന്നു ഈ തിയേറ്റർ വിട്ട് എണീക്കരുത്. ഈ പറഞ്ഞ ടൈലന്റുകളുണ്ട്. ആഫ്റ്റർ മൊത്തം പോസ്റ്റ് ക്രെഡിറ്റ്സ് ഒരു സീക്വൻസ് ഉണ്ട്. ഇത് പലരും പറയാറില്ലല്ലോ. ഇത് സർപ്രൈസ് ആണ് പലരും എത്തുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പാക്ട് കുറയോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ തിയേറ്ററിൽ അത്ര ആളുകൾ ഇരിക്കുന്നു. ഈ പറഞ്ഞ ലൈറ്റ് ഓൺ ആവുന്നില്ല, ആളുകൾ എക്സൈറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ലൈക്ക് ആ സ്ട്രാറ്റജിക്കലി അത് ഭയങ്കര വർക്കായ കാര്യമാണ്. ഈ പറഞ്ഞ ടൈലന്റ് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത് പോളിന്റെ അടുത്ത്, ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഐഡിയയില് ഈ പറഞ്ഞ എഴുത്തില് ഫൈനൽ വരെയുള്ള പ്ലാനിങ്ങില് ഇങ്ങനെ ഒരു ടൈലന്റ് പോസിബിലിറ്റികൾ ആദ്യമേ ചിന്തിച്ചിരുന്നോ? ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ളത് അത് നേരത്തെ ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു? ഇല്ല, അത് സ്റ്റാർട്ടിങ് ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ല. അത് ഗ്രാജുവലി ഈ പറയുന്ന പോലെ ഒരു ഫിലിമിന്റെ ഒരു പ്രോഗ്രസ്സിൽ നമ്മളൊരു ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ ആയിട്ട് ആഡ് ഓൺ ആയ കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. കാരണം ടൈലന്റിന് മുമ്പ് ആളുകൾ എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഫൈനൽ ടൈലന്റ് മിസ്സാവുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്നുള്ള രീതിയിൽ നമ്മള് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്തു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്രധാനപ്പെട്ട ക്യാമിയോ എന്നുള്ളത് ഒരുപക്ഷെ അത് ടോട്ടൽ സർപ്രൈസ് ആയിരുന്നു തിയേറ്ററിൽ. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഞാനും അത് ലൈക്ക് ഓഡിയൻസിനൊപ്പം ഇരിക്കുമ്പോൾ നമുക്കത് ഈ സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ല ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ഇത് കാണുന്ന സമയത്തേക്കുള്ളത് ഈ ക്യാമിയോ പ്ലേസ്മെന്റ് ഉറപ്പായിട്ടൊരു കമേഴ്ഷ്യൽ സിനിമ സെല് ചെയ്യുന്നതിന് ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ. ഈ അൺഎക്സ്പെക്ടഡ് സർപ്രൈസിങ് ക്യാമിയോ കൊണ്ടുവരാന്നുള്ളത്, അതിൽ ചൂസ് ചെയ്യുക എന്നുള്ളത്, ഇന്ന ആളവിടെ വരണമെന്നുള്ളത്, ഒപ്പം സിനിമയിലെ ടോട്ടൽ കാസ്റ്റിങ്ങിന്റെ ഇത്രയും വലിയ കാസ്റ്റിംഗ്, ഇതിലൊരു ഫൈനൽ പിക്ക് എന്നുള്ളത്, അത് ശരിക്ക് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്ലാൻ ആണോ, പിക്കിംഗ് ആണോ, എന്തായിരുന്നു അതിന്റെ ഒരു പ്രോസസ് എന്തായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുത്തിന്റെ സമയത്ത് തന്നെ ഇപ്പോൾ അതിലെ ഒരു ക്യാരക്ടർ പിക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എഴുത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ആന്റണി ഓപ്ഷൻ ഉണ്ടായില്ല, നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആന്റണി തന്നെയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ ഡേറ്റ് അവൈലബിലിറ്റി ആണ് ഏറ്റവും ആദ്യം. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ സുനിൽ സാറിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ സുനിൽ സാറിന്റെ തന്നെ കുറേ ഡേറ്റ് ഇഷ്യൂസ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല, ഇപ്പോൾ കബീർ സിംഗ് ആണെങ്കിലും പാർത്ഥിവാരി ആണെങ്കിലും അവരൊക്കെ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ഫിലിംസ് ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു അവൈലബിലിറ്റി ഫസ്റ്റ് എടുത്തു. പിന്നീട് ബാക്കിയുള്ള അവരുടെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ്റെ ഒരു കോൾ ഉണ്ട് അതിൽ, കാരണം അവരെ അതിൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ അത് പ്രൊഡക്ഷനായിട്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സിനും അതിലേക്ക് പിക്ക് ചെയ്തിരിക്കുന്നത്. ഈ ക്യാമിയോന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, കാരണം ക്യാമിയോന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ക്യാമിയോ, കാരണം നമുക്കിപ്പോൾ ഇന്നൊരാളെ വേണം എന്ന് പറഞ്ഞ് നമുക്ക് അയാളെ കിട്ടണം എന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ ഇട്ടിട്ട് അതിലൊരു ഓപ്ഷൻ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് അവൈലബിൾ ആയി. അല്ല, അത് നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കിട്ടിയതാണ്. ബാക്കി എല്ലാവരും ക്യാമിയോ പരിപാടികൾ
അതെ അല്ലേ? അതെ അതിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിലോട്ട് വരാൻ. ഈ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസുകൾ ഇങ്ങനെ ആൾക്കാർ സ്റ്റോറി ഇടുന്നു, പോസ്റ്റ് ഇടുന്നു. അതിന്റെ ഇടയിൽ പെപ്പയുടെ ഒരു സ്റ്റോറി ആയിരുന്നു ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഈ സിനിമയെ കുറിച്ചുള്ള ഒരു നെഗറ്റീവ് ഡീഗ്രേഡിംഗ് സ്വഭാവത്തിൽ ഒരു കോണ്ടന്റ് വന്നത്. അത് ശരിക്കും ആദ്യ ദിവസം ഇത് ഈ 1 2 3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ യൂസ്ഡ് ആയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ ആദ്യ ദിവസം ഒരു രാത്രിക്ക് മുന്നേ തന്നെ ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. അത് ശരിക്ക് ബീയിങ് ലീഡ് ആക്ടർ എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നത് എങ്ങനെ? അത് ആദ്യത്തെ ദിവസം ഇട്ടാലും ഉം. 10ാം ദിവസം ഇട്ടാലും എപ്പോൾ ഇട്ടാലും അത് മോശമാണ്. അതെ. അതും എന്താ പറയാ, ഒരു ഫേക്കായിട്ടുള്ള ഇതില് എന്റെ ഇത് വെച്ചിട്ട് ഉം. നമ്മുടെ എന്റെ ആൻഡ്രി പെപ്പെ പിക്ക് ഫാൻസ് വെച്ചിട്ട് എന്റെ അസോസിയേഷൻ. ഫാൻസ് അസോസിയേഷന്റെ ഇതെന്നും പറഞ്ഞിട്ട് ഉം. അങ്ങനെ ഒരു പേജേ ഇല്ല. അങ്ങനെ ഒരു ആ. പേജേ ഇല്ല. എന്നിട്ട് അതിനകത്ത് എഴുതിയേക്കണത് ലാലേട്ടന്റെ പടത്തിനെ പറ്റിയുള്ള ആ. മോശമായിട്ട്, ദൃശ്യത്തിനെ പറ്റി മോശമായിട്ട് നമ്മൾ പറയണ മാതിരി ഉം. എഴുതി വെച്ചേക്കണം. എനിക്കിത് ഒരാൾ അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി പോയി. നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ സിനിമകൾ കണ്ട് വളർന്ന ഒരാളെ പറ്റിയിട്ട് നമ്മൾ അങ്ങനെ ഒരിക്കലും- ബോധമുള്ള ഒരുത്തും എന്തായാലും പറയില്ല. ഉം. അപ്പൊ ഇത് മനഃപൂർവ്വം ഉം. ചെയ്യണ പരിപാടിയാണ്. അത് അവർക്ക് ഇത് ചെയ്തിട്ട് എന്താണ് കിട്ടണേ, എന്ത് സുഖമാണ് കിട്ടണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളത്. ആരാ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഉം. പക്ഷെ ചെയ്യുന്ന ആൾക്ക് ഇതെന്തായാലും കർമ്മ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതെന്തായാലും അല്ല, നമ്മള് തിരിച്ചു ഇറങ്ങി എന്തായാലും കിട്ടും. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു സിനിമയുടെ അടുത്തും ചെയ്യാൻ പാടില്ല. പാടില്ല. ഒരു സിനിമയുടെ അടുത്തും ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പാടില്ല. ഞാൻ കാട്ടാളെന്ന് മാത്രമല്ല പറയണത്, ഏത് സിനിമയാണെങ്കിലും ഒരു സിനിമക്കാരുടെ അടുത്തും ഈ പരിപാടി ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര മോശം പരിപാടിയാണ്. അത് ആരാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോശമാണ്. ഇത് ആരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അയാളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ വേണം. കാരണം ഇങ്ങനത്തെ പ്രവണത ഒരിക്കലും നമ്മള് സപ്പോർട്ട് ചെയ്യാൻ സിനിമയെ തകർക്കുന്ന ചെയ്യാൻ പ്രവണത ഒരിക്കലും നമ്മള് കൊണ്ടുവരാൻ നമ്മളെ സമ്മതിക്കാനും പാടില്ല. ഈ പെപ്പി ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് കണക്ട് ആയത്, നമ്മളൊരു മൊമെന്റം സൃഷ്ടിച്ചു കഴിഞ്ഞ് നമ്മളിവിടെ ഒരു ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആക്ടർ സ്റ്റാർ എന്ന രീതിയിൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ മൊമെന്റം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വലിയ റെസ്പോൺസിബിലിറ്റി തോന്നിയിട്ടുണ്ട്. ഒരു ആക്ടർ ഫേസ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റികളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമ കൾച്ചറിൽ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഫാൻസ്, ആരാധകരെ, ഓഡിയൻസിൽ തന്നെ നമ്മളോട് ഫേവറേറ്റ്സ് ഉള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുക, അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഇത് പെപ്പ ഒരു സിനിമ കഥ കേൾക്കുമ്പോൾ, ചൂസ് ചെയ്യുമ്പോൾ, ഷൂട്ട് ചെയ്യുമ്പോൾ, കാണുമ്പോൾ ഇത് പെപ്പയുടെ ഉള്ളിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിട്ട് ഇത് മാറുന്നുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ ആലോചിക്കില്ല ഏത് സബ്ജക്റ്റ് കേട്ടാലും ഇതാ ആൾക്കാർക്ക് ഇത് ഇഷ്ടാവും, ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ഹിറ്റാവും. നമ്മളെന്തായാലും അത് ഇങ്ങനെ മനസ്സിൽ എന്തായാലും ഇപ്പൊ ശരിക്കും നമ്മൾ ആലോചിക്കും. ഇത് ആൾക്കാർക്ക് ഇന്ന സീൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും, അത് ആൾക്കാർക്ക് ഇനി ദേഷ്യം വരുമോ, ഇങ്ങനെ നമ്മൾ എന്തായാലും ആലോചിക്കും. ഈ രണ്ട് ആക്ടേഴ്സ് കൂടി ഇരിക്കുന്നുണ്ട് ചോദിക്കുകയാണ്, ഈ നിങ്ങൾ കിട്ടുന്ന നറേഷൻ ടൈം കൂടെ എനിക്ക് അറിഞ്ഞു കൊള്ളാറുണ്ട്. അതായത് ഈ നറേഷന്റെ സമയത്ത് ഉറപ്പായിട്ട് ഇത്രയും ഫൈറ്റ് സീക്വൻസ് വരാണല്ലോ. പലരും ഫൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ലല്ലോ. ഇവിടെ അടി, പിന്നെ കഥ പറയുന്നു, അവിടെ അടി, ഈ പാറ്റേൺ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ നറേഷൻ, നിങ്ങൾ ഇതിൽ ഓക്കെ പറയുന്ന മൊമെന്റ് എന്തായിരുന്നു? അല്ല, എനിക്ക് ഫൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ പോളുടെ നറേഷനകത്ത് എല്ലാ സ്ഥലത്തും എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എവിടുന്നാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഫൈറ്റിലും നറേഷൻ ഉണ്ടായിരുന്നു. ഫൈറ്റിലും ഒരു ബേസിക് നറേഷൻ ഫൈറ്റിലുണ്ടായിരുന്നു. നറേഷൻ ഉള്ള കാര്യം 4 മണിക്കൂറായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പിന്നെ ഫൈറ്റിന്റെ ഇതൊക്കെ പിന്നെ ലാസ്റ്റ് മാസ്റ്റർ ഒക്കെ ആയിട്ട് എന്തൊക്കെ ആയിരിക്കും. ഫൈനൽ എന്നാ പോലും അതിനുള്ള ഒരു കണക്ഷൻസും പരിപാടികളും കൃത്യമായിട്ട്. അത് നമ്മളിപ്പോ ഇന്റർവെൽ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പല സ്ഥലത്ത് നമ്മൾ നോക്കിയിരുന്നു അതിന്റെ ഒരു ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഗമണിൽ ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ മെയിൻലി ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ തന്നെ നമ്മൾ മെയിൻ വർക്കിൽ വന്നിട്ട് അവിടെ നിന്ന് ജീപ്പിൽ ഒരു 1-2 കിലോമീറ്റർ ഓഫ് റോഡ് പോകണം. അപ്പോൾ ഒരു 16 ജീപ്പ് ഡെയിലി ട്രിപ്പ് അടിക്കുമായിരുന്നു കംപ്ലീറ്റ് ക്രൂവിനെ കൊണ്ട്. അപ്പോൾ അതുപോലെ ഒരു ടെറൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നോക്കി നമ്മൾ കുറെ നടന്നു. ഒരു 5-6 ദിവസം നമ്മൾ അതിനുവേണ്ടി ട്രാവൽ ചെയ്ത് ഫൈനലി നമ്മളൊരു സ്ഥലം കണ്ടെത്തി. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത പോലത്തെ ഒരു ജോഗ്രഫി ആയിരിക്കില്ല നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ജോഗ്രഫിക്ക് അനുസരിച്ച് പിന്നെ മാസ്റ്റർ ആ ജോഗ്രഫി വന്ന് കാണുന്നു, അതിനനുസരിച്ച് അതിന്റെ ഡിസൈനിങ് മാറ്റുന്നു. അപ്പോൾ അതൊരു അങ്ങനെ ഒരു ഗ്രാജുവൽ പ്രോസസ് ആയിരുന്നു. ഈ സിനിമകളുടെ പോസ്റ്റ് റിലീസിലെ റിവ്യൂവിംഗ് എന്നുള്ളത്, ഇപ്പൊ നിങ്ങളും കാട്ടാളെ പറ്റിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടും വായിച്ചും കേട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം. അത് ശരിക്കും ഇപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളെ അത് പേഴ്സണലി എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ ഡ്യൂറേഷൻ ഭയങ്കര വലുതാണോ ആ എഫക്ട് എന്നുള്ളതിന്റെ? ഞാൻ പറയണത് ഇന്ത്യയുടെ റൂൾ പ്രകാരം, ലോ പ്രകാരം ആർക്ക് വേണമെങ്കിലൊക്കെ റിവ്യൂ ചെയ്യാം. അതെ, അത് ഓരോരുത്തർക്ക് പടം കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറയാം. അതിലിപ്പോൾ നമുക്ക് അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ ഒരു ഇതുമില്ല.
റിവ്യൂ പറയണതിന് അത് നമ്മൾ ഇപ്പം അവർ പറയണതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ഓക്കെ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് അത് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് അത് തെറ്റാണെങ്കിൽ നമ്മളത് ശരിയാക്കുക. അതിലൊന്നും നമുക്ക് എന്താ പറയാ, നമ്മള് ചില സമയത്ത് ഇപ്പൊ നമ്മളെ പറ്റി മോശം പറയണ നമ്മള് ചിലപ്പോ ഒന്ന് ഡിമ്മായി പോവായിരിക്കാം, ചിലപ്പോ നമ്മൾ ചിരിക്കായിരിക്കാം, ചിലപ്പോ നമ്മള് അമ്മേനെ കാണിച്ചു കൊടുക്കായിരിക്കാം, ഇന്നാള് ഇങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ നമ്മളെ ഭാര്യയുടെ അടുത്ത് പറയേണ്ടി ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, അങ്ങനെ അങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക അതിനെ. പക്ഷെ അതിനൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല, റിവ്യൂ ചെയ്യാം. പക്ഷെ മനഃപൂർവ്വം ഇങ്ങനത്തെ ഈ പരിപാടിയൊക്കെ നേരത്തെ പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്തോട്ടെ, സിനിമയ്ക്ക് മുമ്പ് സിനിമ കഴിഞ്ഞേക്ക് മുമ്പ് റിവ്യൂ ചെയ്യലാണ് അടുത്തൊരു വിഷമം. ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങൾ ഇടുന്ന പരിപാടി മാത്രമാണ് നമുക്ക് അതിനകത്ത് മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ആർക്കും ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ റിവ്യൂ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം, എനിക്ക് വേണ്ടി തുടങ്ങാം. അപ്പൊ അത് ആർക്കും ചെയ്യാം. പിന്നെ ഈ നമ്മൾ റിവ്യൂ പറയുമ്പോ ഒരു ഈ വ്യക്തിഹത്യ പരിപാടികളൊക്കെ മാക്സിമം ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അയാളുടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത നല്ലതായിരിക്കും. അല്ലാതെ റിവ്യൂ പറയണതിന് യാതൊരു തെറ്റില്ല. ഞാനൊക്കെ എല്ലാ റിവ്യൂ ഇരുന്ന് കാണും. നമ്മളൊരു ആർട്ട് ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴേ നമ്മള് ക്രിറ്റിസിസം എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഈ ഇത്രയും ആക്ഷൻ ഇത്രയും പാക്ട് പടം ചെയ്യുന്നു, എനിക്ക് അറിയാൻ ആഗ്രഹമുള്ളത് നിങ്ങളുടെ ഫേവറേറ്റ് ഒരു ആക്ഷൻ ബ്ലോക്ക് ഏതായിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് പടങ്ങളുണ്ടെന്ന് അറിയാം, പല ഭാഷയില് പല ടൈം ലൈനിലായിട്ട് കണ്ട അത്രയധികം ആക്ഷൻ സിനിമകൾ ഉണ്ടാവാം. നിങ്ങൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ഫ്ലാഷ് പോലെയൊക്കെ വരുന്ന ഒരു ആക്ഷൻ സീൻ എന്തായിരിക്കും? എനിക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് മാഡ് മാക്സിലാ ഫ്യൂറി റോഡിലെ ഫസ്റ്റ് അത് അടിപൊളിയായിരുന്നു. അങ്ങനെ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്, കൊറേ പറയുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഓരോ ഇഷ്ടംപോലെ മൊമെന്റ്സ് ആണല്ലോ, മൊമെന്റ്സ് ആണ് നമുക്ക് ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ പടത്തിന്റെ ഓരോ ഫ്ലേവേഴ്സ് ഓഫ് ആക്ഷൻസ് ആണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല ആക്ഷൻസ് ഉള്ള സിനിമകൾ ഇവിടെ ഉണ്ട്, ഇനി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും, അല്ലേ? ഈ പോസ്റ്റ് കാട്ടാളൻ ഇനിയുള്ള പ്ലാൻസ്? ഉറപ്പായിട്ടും പോള് വലിയൊരു സിനിമ ചെയ്ത് തുടങ്ങി, അടുത്തൊരു സിനിമ പ്ലാൻ എന്താണ്? പെപ്പയുടെ നെക്സ്റ്റ് പ്ലാൻ, ആൻസൺ നെക്സ്റ്റ് പ്ലാൻ എന്താ? ഇനി കരിയറിനൊരു നെക്സ്റ്റ് ഫേസ്, നെക്സ്റ്റ് സ്റ്റേജ് എന്താ? എന്റെ ഇനിയിപ്പോ 2 സിനിമ കൂടെ റിലീസ് ചെയ്യാനുണ്ട്. ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ട് നഹാസ് DQ പരിപാടി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉല്ലാസ് ചെമ്പൻ പുള്ളി ചെയ്ത പരിപാടി, അതിനകത്തൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഒരു പ്രോജക്റ്റ് അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു 2 മാസം കഴിയുമ്പോഴേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യായിരിക്കും. ഞാൻ മനസ്സിലാക്കണത് നമ്മുടെ ജീവിതത്തില് ദിസ് ഈസ് നോട്ട് ദ ബിഗിനിങ്, ദിസ് ഈസ് നോട്ട് ദ എൻഡ്. നമ്മൾ അതിൽ അങ്ങനെ വിശ്വസിച്ച് ഞങ്ങള് മുന്നോട്ട് പോവാ. നമ്മള് പ്രതിസന്ധികൾ വരാം, വരാതിരിക്കാം, സന്തോഷം വരാം, ദുഃഖം വരാം, വട്ടവർ, നമ്മളതെല്ലാം അത് നന്നായിട്ട് ചെയ്യാ, എൻജോയ് ചെയ്യാ, ഞങ്ങള് മുന്നോട്ട് പോവാ. അങ്ങനെയാണ് മുന്നോട്ട് പോവാ. അതാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന കാര്യം. ഈ ഐ ആം ഗെയിം പറയുമ്പോൾ ഉറപ്പായിട്ടും മറ്റൊരു ഫെസ്റ്റിവൽ റിലീസ് കൂടെ വരുവാണ്. ഓണം വരുന്നു, RDXന് ശേഷം വരുന്ന ഓണം റിലീസ് കൂടിയാണ്. വലിയ സിനിമ, ഇപ്പൊ ദുൽഖർ ഉണ്ട്, മിഷ്കിനുണ്ട്, വലിയ കതിറുണ്ട്. ശരിക്കും എനിക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനത്തെ പടങ്ങളുടെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ഇത്രയും വലിയ സ്കെയിൽ സിനിമകൾ ഒരുപാടുണ്ടല്ലോ, അവിടെ സ്വയം ഒരു ക്യാരക്ടറായിട്ട് പ്ലേസ്ഡ് ആവുന്നു, പെർഫോം ചെയ്യാനുള്ള പോയിന്റുകള് എന്താ? ശരിക്കും ഐ ആം ഗെയിം ഇപ്പൊ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ പറയാൻ പറ്റുന്നത് എന്താ പറയാ, പെപ്പയുടെ ഒരു മൊമെന്റ് കൂടി ഉണ്ടല്ലോ. അല്ലല്ല, അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റുക എന്നുള്ളൊരു അത് തന്നെയാണ്. ഞാൻ ആ പടം മാത്രല്ല, നമ്മള് ഇതുവരെ ചെയ്ത എല്ലാ പടത്തിന്റെയും ഭാഗമായാല് എനിക്ക് സന്തോഷമുള്ളൂ. അപ്പൊ അതിനകത്ത് ജയിച്ച പടങ്ങളുണ്ടാവാം, പരാജയപ്പെട്ട പടങ്ങളുണ്ടാവാം. പക്ഷെ നമ്മള് ഈ എല്ലാ പടങ്ങളും ആയതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒറ്റ പടം കൊണ്ടല്ല, ജയിച്ച പടങ്ങളും നമ്മളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, തോറ്റ പടങ്ങളും കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ എല്ലാ പടങ്ങളുടെ ഒരു ടോട്ടൽ ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നമ്മള് അങ്ങോട്ട് മുന്നോട്ട് പോവാം. നമ്മളെല്ലാ പടത്തിനെയും, ഞാനിപ്പോ ഐ ആം ഗെയിമിനെ മാത്രമേ സ്പെഷ്യൽ ആയിട്ടൊന്നും കാണുന്നില്ല, എല്ലാ പടത്തിനെയും ഞാൻ ഈക്വൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയിട്ടില്ല, അത്രയും വലിയൊരു പടത്തിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നന്നായിട്ട് വരും തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അതേപോലെ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവരും. ബാക്കി നമുക്ക് റിസൾട്ട് നഹാസിനൊപ്പമുള്ള പിന്നെ ഒരു കൊളാബറേഷൻ കൂടിയാണല്ലോ. അതെ, അതൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട്സ്
സർക്കിളിലോട്ട് അതെ. തിരിച്ചെത്താന്നുള്ളത്. പോളിന് ഇനി നെക്സ്റ്റ് പ്ലാൻ, അത് എനിക്ക് തോന്നുന്നു ആദ്യ സിനിമ റിലീസ് ചെയ്ത് 2ാം ദിവസം ചോദിക്കേണ്ട ചോദ്യമല്ല, എങ്കിലും മനസ്സിലെ ആഗ്രഹങ്ങൾ, പ്ലാനുകൾ, വിഷൻ, കാര്യങ്ങൾ. തീർച്ചയായിട്ടും കുറച്ച്, കാരണം നമ്മൾ ആദ്യ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതും. അപ്പോൾ അത് ചില സാങ്കേതിക കാരണങ്ങൾ നടക്കില്ല, നമ്മൾ അടുത്തൊരു സ്ക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 5ാമത്തെ 6ാമത്തെ സ്ക്രിപ്റ്റാണിത്. അപ്പോൾ അതെ കാട്ടാളൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ആന്റണിയും തമ്മിൽ തന്നെ കുറേ പ്രോജക്റ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഈ പറയുന്ന പോലെ അത് ഒരു സമയവും സന്ദർഭവും ഭാഗ്യവും അനുസരിച്ച് കൃത്യമായി ഒരു പ്രോജക്റ്റിലേക്ക് ലാൻഡ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ സിനിമയിൽ നിന്ന് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസസ്, ഫീഡ്ബാക്സ് അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് അതൊരു ലെസണായിട്ട് എടുത്ത് നമുക്ക് ഇപ്പോൾ നല്ല കാര്യങ്ങളുണ്ടാവാം, മോശം കാര്യങ്ങളുണ്ടാവാം, അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓപ്പറേഷൻ ട്രയൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അബ്രഹാമിന്റെ സന്ദേശങ്ങൾക്ക് ശേഷം ജോബിച്ചന്റെ കൂടെ ഗുഡ്വിൽ സിനിമാസിന്റെ കൂടെ ചെയ്യുന്ന 2ാമത്തെ സിനിമ, പിന്നെ ജയേട്ടന്റെ കൂടെ ചെയ്യുന്ന 3ാമത്തെ സിനിമ. അതുകൊണ്ടാണ് ഇത്ര ചുള്ളനായിട്ട്. അതിലെ ലുക്കാണ് ഇപ്പൊ ഷൂട്ടിന്റെ പരിപാടികളിൽ പോയോണ്ടിരിക്കുകയാണ്. റിലീസായിട്ട് ഞാൻ വന്ന. അപ്പൊ പിന്നെ ഒരു തെലുങ്ക് ഡെബ്യൂ ചെയ്യുന്നുണ്ട്. അല്ലു അർജുൻ്റെ അച്ഛൻ അല്ലു അരവിന്ദ്, പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എൻ്റെ തെലുഗു ഡെബ്യൂ ആണ്. അപ്പൊ അത് ഇനിയിപ്പോൾ റെഡ് റോസ് എന്ന് പറഞ്ഞിട്ടൊരു പടം, അത് റിലീസ് ആവുന്നു. പിന്നെ ഒരു തമിഴ് സിനിമ തീർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിച്ച പോലെ കരിയർ ഭയങ്കര ഇവന്റ്ഫുൾ ആയിട്ട് പോട്ടെ. ഈ പറഞ്ഞ പോലെ ഏത് വിധി എന്താണെങ്കിലും ഇതെല്ലാം നമ്മളാക്കുന്നത്. ഈ പറഞ്ഞ ആർട്ടിൽ ഇതെല്ലാം വളരെ നോർമലാണ്. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഫസ്റ്റ് ഡെബ്യൂ തന്നെ അതെന്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഈ പറയുന്ന പോലെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് തിയേറ്ററിലേക്ക് എത്തിക്കുക, ഓഡിയൻസിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു പോളിന്റെ സിനിമ പാരഡൈസ് മൊമെന്റ് ആണല്ലോ ഇന്നലെ തിയേറ്ററിലിരുന്ന് പടം കാണുന്നത്. അപ്പൊ താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.